നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. അക്കിക്കാവ് കരിക്കാട് കാൽനട യാത്രികൻ ബൈക്കിടിച്ചു മരിച്ചു. കളത്തൽ വളപ്പിൽ 51 വയസ്സുള്ള അപ്പുവാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 7 മണിയോടെ അക്കിക്കാവ് പഴഞ്ഞി റോഡിലെ കരിക്കാട് സെന്ററിൽ റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം. കുന്നംകുളം പാറയമ്പാടത്ത് സ്വകാര്യ ബസ്സും ടൂറിസ്റ്റ് ബസ്സും കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. 6 പേർക്ക് പരിക്ക്. പെരുമ്പിലാവ് ഭാഗത്തു നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് മുന്നിലുണ്ടായിരുന്ന സ്കൂട്ടറിൽ തട്ടാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണം. തൃശൂർ ജില്ലാ കേരളോത്സവത്തിന് കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ തുടക്കം. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായിട്ടാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. അക്കിക്കാവ് കരിക്കാട് കാൽനട യാത്രികൻ ബൈക്കിടിച്ചു മരിച്ചു. കളത്തിൽ വളപ്പിൽ 51 വയസ്സുള്ള അപ്പുവാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 7 മണിയോടെ അക്കിക്കാവ് പഴഞ്ഞി റോഡിലെ കരിക്കാട് സെന്ററിൽ റോഡ് മുറിച്ച് കടക്കുമ്പോഴാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ ബൈക്ക് യാത്രികനായ കരിക്കാട് സ്വദേശി കല്ലായിൽ 19 വയസ്സുള്ള സൂരജിന് പരിക്കുണ്ട്. ഇരുവരെയും കരിക്കാട് നന്മ ആംബുലൻസ് പ്രവർത്തകർ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പുവിന്റെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശാന്തയാണ് അപ്പുവിന്റെ ഭാര്യ. ശരത്ത്, സൗമ്യ എന്നിവർ മക്കളാണ്. കുന്നംകുളം പാറയമ്പാടത്ത് സ്വകാര്യ ബസ്സും ടൂറിസ്റ്റ് ബസ്സും കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. 6 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. പെരുമ്പിലാവ് ഭാഗത്തുനിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് മുന്നിലുണ്ടായിരുന്ന സ്കൂട്ടറിൽ തട്ടാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. ഇതോടെ പുറകിൽ വന്നിരുന്ന കാർ ടൂറിസ്റ്റ് ബസ്സിലിടിച്ചു. കാറിന് തൊട്ടു പിന്നാലെ എത്തിയ സ്വകാര്യ ബസ് കാറിലും ഇടിച്ചു. 4 വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടു. പരിക്കേറ്റവരെ നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട 3 വാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. കണിപ്പീർ അന്നംകുളങ്ങര പൂരത്തിനിടെ ആന അനുസരണക്കേട് കാട്ടിയത് പരിഭ്രാന്തിക്കിടയാക്കി. ഇന്നലെ വൈകിട്ട് 7:15 സംഭവം. കൊമ്പൻ പീച്ചിയിൽ ശിവൻ എന്ന ആനയാണ് അനുസരണക്കേട് കാട്ടിയത്. കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ആനയെ കൊണ്ടുപോകുന്നതിനിടെയാണ് അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. ഇതോടെ ഉത്സവപ്പറമ്പിലുണ്ടായിരുന്ന ജനങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടി. എന്നാൽ പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ഇടപെട്ട് നിയന്ത്രിച്ച് സമീപത്തെ പറമ്പിലേക്ക് ആനയെ മാറ്റി. അനിഷ്ട സംഭവങ്ങൾ ഇതോടെ ഒഴിവായി. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ അനാവശ്യമായി നിയമസഭയിൽ പരാമർശിച്ച NK അക്ബർ MLA നിലപാട് പ്രതിഷേധാർഹമാണെന്ന് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഗുരുവായൂർ തിരുനാവായ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് MLA നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷനിലെ പരാമർശത്തിനെതിരെ നിവേദിത പ്രതികരിക്കുകയായിരുന്നു. പാതയുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ ബോധപൂർവം കാലതാമസമുണ്ടാക്കിയതിന് സുരേഷ് ഗോപി മറുപടി നൽകണമെന്നായിരുന്നു MLA പറഞ്ഞത്. ഇത്രയും കാലം ഇടതുപക്ഷ മുന്നണി MPമാരും MLAമാരും ഈ വിഷയത്തിൽ എന്തു ചെയ്യുകയായിരുന്നുവെന്നും നിവേദിത ചോദിച്ചു. കേരള സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ ഉണ്ടായ വീഴ്ചകളും കാലതാമസവും തർക്കങ്ങളുമായിരുന്നു പദ്ധതിക്ക് തടസ്സം. പദ്ധതി മരവിപ്പിക്കൽ നീങ്ങിയതിനാൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കണം. മറന്നുകൊണ്ട് അല്ലെങ്കിൽ വിട്ടുപോയതുകൊണ്ട് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ 2 വർഷം പോലും തികയാത്ത കേന്ദ്രമന്ത്രി എന്തു ചെയ്തു എന്ന ചോദ്യവുമായിട്ട് ഇടതുപക്ഷം വരുന്നത്, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മറ്റൊന്നും അവകാശപ്പെടാനില്ലാത്തതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരാണ് ഇതെല്ലാം ഡിലേ ചെയ്തത് എന്ന് അവരുടെ തലയിൽ പറഞ്ഞുകൊണ്ട് അവരുടെ തലയിൽ കെട്ടിവെക്കുന്ന സമ്പ്രദായം, അതിന്റെ കാരണവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇടതുപക്ഷത്തിന്റെ വികസന മുന്നേറ്റ ജാഥയിൽ ഹരിതകർമ്മസേനയെ കളങ്കിതമാക്കുന്ന രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഹരിതകർമ്മസേനാംഗങ്ങൾ യൂണിഫോമിലാണ് ജാഥയിൽ പങ്കെടുക്കുന്നത്. ഇത് സർക്കാർ സംവിധാനങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന നയത്തിന്റെ ഭാഗമാണ്. കേന്ദ്ര പദ്ധതികളിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായാണ് ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നത്. ഇവർ കേരളത്തിന്റെ ശുചിത്വം ഉറപ്പാക്കുന്ന നിരവധിയായ രാഷ്ട്രീയ ഭേദം ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട സേനയാണ്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ശിഥിലമായതുകൊണ്ട് ആളെ കിട്ടാനില്ല എന്ന അവസ്ഥയിലേക്ക് ഇടതുപക്ഷം എത്തി എന്നതിന് തെളിവാണിതെന്നും BJP ജില്ലാ പ്രസിഡന്റ് ആരോപിച്ചു. പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് MLAയുടെയും അതുപോലെ തന്നെ മറ്റ് ഇടതുപക്ഷത്തിന്റെ ആളുകൾക്കും കോൺഗ്രസിന്റെയും ഒക്കെ ചിന്ത എങ്കിൽ
ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇതൊക്കെ പറഞ്ഞാലും ഞങ്ങൾ കേരളത്തിൻ്റെ വികസനം ഉറപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാക്കുക തന്നെ ചെയ്യും. അത് ഉറപ്പാക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളുമായിട്ട് കേന്ദ്രമന്ത്രി ഇവിടെ തന്നെ ഉണ്ടാകും. ഇനി വരാൻ പോകുന്ന MLA ആരായിരുന്നാലും അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ വികസനം ഉറപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഇവിടുത്തെ ജനങ്ങൾ നിൽക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ വിരളി പിടിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി ജില്ലാ കളക്ടറുടെ മിന്നൽ പരിശോധന എളവള്ളി വില്ലേജ് ഓഫീസിലാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS സന്ദർശനം നടത്തിയത്. വില്ലേജ് ഓഫീസ് പരിധിയിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി സംസാരിച്ച കളക്ടർ ഓഫീസർമാരിൽ നിന്ന് വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ എല്ലാ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും വില്ലേജ് ജീവനക്കാരെയും കളക്ടർ അഭിനന്ദിച്ചു. AEROമാരായ മനോജ് നായർ, റോബിൻ, വില്ലേജ് ഓഫീസർ ജോയ്സി തുടങ്ങിയവർ സംബന്ധിച്ചു. തൃശൂർ ജില്ലാ കേരളോത്സവത്തിന് കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും സംയുക്തമായിട്ടാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. നമ്മുടെ കായിക അധ്യാപകരുണ്ടാവും, വിവിധ സ്ഥലങ്ങളിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടാവും. ഇവരെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് താഴെ തലങ്ങളിലുള്ള ആലോചന നടക്കണം. കേരളത്തിൽ നിന്ന് മിക്കവാറും എല്ലാ പഞ്ചായത്തുകളും ഒരു ഗ്രൗണ്ടെങ്കിലും ചുരുങ്ങിയതുണ്ട്. ഒരു ഗ്രൗണ്ടെങ്കിലും കളിസ്ഥലങ്ങളിൽ നല്ല കളിസ്ഥലം എല്ലാ ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഇവിടത്തേതുപോലുള്ള സൗകര്യം എന്നുള്ളതല്ല. ഈ മണ്ഡലത്തിൽ എൻ്റെ എല്ലാ പഞ്ചായത്തിലും ഒന്നിൽ കൂടുതൽ ഗ്രൗണ്ടുകളുണ്ട്. ഈ സ്റ്റേഡിയം വന്നതിൻ്റെ പരിശീലന ഗ്രൗണ്ടുകളായി നിരവധി ഗ്രൗണ്ടുകൾ നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 10-35 കോടി രൂപ ചെലവഴിച്ചിട്ടാണ്. ഇനിയിപ്പോൾ അതിന് മുമ്പിൽ കുട്ടികൾക്ക് താമസിക്കാനുള്ള സ്പോർട്സ് ഡിവിഷനാണെന്നുള്ളത് ആ കുട്ടികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റലാണ് അവിടെ തയ്യാറായി വരുന്നത്. 200 പേർക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യം ഇതിനോടനുബന്ധിച്ച് അവിടെ ഉണ്ടാവും. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, കുന്നംകുളം നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷ ആർഷ ജിജു, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PI സജിത, PS വിനയൻ, ഷീല ജോർജ്, KR മായ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ്, MV പ്രശാന്തൻ മാസ്റ്റർ, ലീല രാമകൃഷ്ണൻ, മീന സാജൻ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ഫെബ്രുവരി 6 മുതൽ 9 വരെ തൃശൂർ നഗരം, കുന്നംകുളം, തൃപ്രയാർ എന്നിവിടങ്ങളിലെ വിവിധ വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. ബാസ്കറ്റ്ബോൾ, മറ്റു കായിക മത്സരങ്ങൾ എന്നിവ കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ നടക്കും. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 5000-ഓളം പ്രതിഭകൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. ഫെബ്രുവരി 9 ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് സമാപന സമ്മേളനം നടക്കും. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ MLA P ബാലചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. മേയർ നിജി ജസ്റ്റിൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് എന്നിവർ മുഖ്യാതിഥികളാകും. പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ ജൂബിലി തിരുനാൾ ഓഫീസ് ഉദ്ഘാടനം നടന്നു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പബ്ലിസിറ്റി കൺവീനർ OJ ജസ്റ്റിൻ അധ്യക്ഷനായി. തീർത്ഥകേന്ദ്രം നടത്തുകൈക്കാരൻ ജെയ്സൺ വടക്കൂട്ട്, CV സേവ്യർ, ലെസ്ലി ജോസഫ്, NJ ലിയോ, VS സെബി, സേവ്യർ അറക്കൽ, AJ ജോയ്, VL ഷാജി, ജസ്റ്റിൻ ജോസ് എന്നിവർ സംസാരിച്ചു. തീർത്ഥകേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി തിരുനാൾ ഏപ്രിൽ 24, 25, 26 എന്നീ തീയതികളിൽ ആഘോഷിക്കും. ജൂബിലി തിരുനാളിന്റെ ഭാഗമായി പള്ളിയുടെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും നടക്കും. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവെൻഷനും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് സ്വീകരണം നൽകാനായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗവും ചേർന്നു. കുന്നംകുളം ഇട്ടിമാണി ഹാളിൽ നടന്ന കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. UDFനോടും കോൺഗ്രസിനോടുമുള്ള വിരോധം BJP തീർത്തത് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണെന്ന് LDF പോലും അംഗീകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കാരണം രണ്ടാം പ്രാവശ്യം CPM-ഉം LDF-ഉം വീണ്ടും അധികാരത്തിൽ വരില്ലെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. CPM-നും ആ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അവർ അധികാരത്തിൽ വന്നത് അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, കോൺഗ്രസിനോടും UDF-നോടുള്ള വിരോധം കൊണ്ട് BJP CPM-ന് വോട്ട് ചെയ്തത് കൊണ്ടാണ് അപ്രതീക്ഷിതമായി ഞങ്ങൾ രണ്ടാം പ്രാവശ്യം അധികാരത്തിൽ വന്നത് എന്ന് CPM തന്നെ പറയുന്നത്.
അപ്പോ ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം 5 വർഷം മുമ്പ് നടന്ന ആ അന്തർധാര വീണ്ടും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. കുന്നംകുളം മണ്ഡലം UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു. ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, CMP അസിസ്റ്റന്റ് സെക്രട്ടറി PRN നമ്പീശൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഗഫൂർ കടങ്ങോട്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ CB രാജീവ്, സുരേഷ് മമ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വീകരണ യോഗം സംഘാടക സമിതി ചെയർമാനായി ജോസഫ് ചാലിശ്ശേരി, വർക്കിംഗ് ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് CB രാജീവ്, ട്രഷറർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, വൈസ് ചെയർമാൻ KC മൊയ്തുട്ടി, സുരേഷ് മമ്പറമ്പിൽ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ മഹേഷ് തിപ്പിലശ്ശേരി എന്നിവരടങ്ങുന്ന 201 അംഗ സ്വാഗത സംഘ കമ്മിറ്റിയും രൂപീകരിച്ചു. ഫെബ്രുവരി 18 ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര കുന്നംകുളത്തെത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് സ്വീകരണം നൽകുവാൻ UDF ഗുരുവായൂർ നിയോജക മണ്ഡലം തല സംഘാടക സമിതി രൂപീകരിച്ചു. ഗുരുവായൂർ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന രൂപീകരണ യോഗം KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ അധ്യക്ഷത വഹിച്ചു. ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. KD വീരമണി, TS അജിത്ത്, AM അലാവുദ്ദീൻ, ഹാറൂൺ റഷീദ്, KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ മാസം 18-ന് ചാവക്കാട് മുനിസിപ്പൽ ചതുരത്തിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുക. കാട്ടകമ്പാൽ പെരുന്തിരുത്തിയിൽ CPM തുടർച്ചയായി അക്രമങ്ങൾ നടത്തിവരികയാണെന്ന് ആരോപിച്ച് BJP നേതൃത്വത്തിൽ സെന്ററിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ശിവരാത്രി ആഘോഷങ്ങൾ ആസൂത്രിതമായി അലങ്കോലമാക്കാനുള്ള ജിഹാദി ശ്രമങ്ങൾക്ക് CPM ഒത്താശ ചെയ്യുകയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KR അനീഷ് മാസ്റ്റർ ആരോപിച്ചു. അക്രമങ്ങളിൽ നിന്ന് CPM പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യോഗത്തിന് ശേഷം അമ്മമാർ കുന്നംകുളം പോലീസ് SHOയെ നേരിൽ കണ്ട് തങ്ങളുടെ ആശങ്കകൾ അറിയിച്ചു. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് MV ഉല്ലാസ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് MN, മണ്ഡലം ഭാരവാഹികളായ ഷാജി ചക്കിത്തറ, ശ്രീജിത്ത് ആവേൻ, മുൻ പഞ്ചായത്ത് അംഗം പ്രദീപ് കൂനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ 110ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ഓണപരീക്ഷാ കാലഘട്ടത്തിൽ പോലും പാഠപുസ്തകം നൽകാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്ന് മുരളി പെരുന്നെല്ലി പറഞ്ഞു. എന്നാൽ ഇന്ന് സർക്കാർ വിദ്യാലയങ്ങൾ ഏറെ മെച്ചപ്പെട്ടുവെന്നും സ്കൂൾ തുറക്കും മുൻപ് പാഠപുസ്തകവും യൂണിഫോമും കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളിലും വലിയ മാറ്റമാണ് വന്നിട്ടുള്ളതെന്നും MLA കൂട്ടിച്ചേർത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, 36 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക PB സജിത ടീച്ചറുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ എൻഡോവ്മെന്റ് വിതരണം ചെയ്തു. LSS പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് VK ശ്രീരാമൻ ഉപഹാരം വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ വേലായുധൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സച്ചിൻ പ്രകാശ്, ജൂലറ്റ് ബിനു, പഞ്ചായത്ത് അംഗം ഷെയ്സ്ന ജിംഷാദ്, PTA പ്രസിഡന്റ് KV വിജീഷ്, MPTA പ്രസിഡന്റ് PA ഹസീന, സ്കൂൾ ലീഡർ ദ്യുതി S നായർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക PB സജിത ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. സ്റ്റാഫ് അംഗങ്ങളും PTA ഭാരവാഹികളും സജിത ടീച്ചർക്ക് ഉപഹാര സമർപ്പണം നടത്തി. ചൊവ്വന്നൂർ BRC പ്രൊജക്ട് കോർഡിനേറ്റർ അനീഷ് ലോറൻസ് സമ്മാനദാനം നിർവഹിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. എട്ട് വർഷം കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന K ജയശങ്കറിനെ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിയമിച്ചു. KSU തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ്, വടക്കാഞ്ചേരി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ പാർട്ടിയിലും 2005-ൽ കാട്ടകമ്പാൽ പഞ്ചായത്ത് മെമ്പർ, 2010-ൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ്, 2015-ൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നീ പദവികളും വഹിച്ച അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധിയായി 3 തവണ തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നിലവിൽ കാട്ടകമ്പാൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് K ജയശങ്കർ. കണ്ടുകിട്ടിയ പേഴ്സ് ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായ വിദ്യാർത്ഥിനി ഇവ ഏഞ്ചലിനെ ജന്മനാട് അനുമോദിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് 1-ാം വാർഡ് ഗ്രാമസഭയിലാണ് ഡെന്നി ചുങ്കത്തിന്റെയും ജിൻസിയുടെയും മകൾ ഇവ ഏഞ്ചലിനെ അനുമോദിച്ചത്. വെള്ളിത്തിരുത്തി ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് പൊന്നാട അണിയിച്ച് ഉപഹാരം സമ്മാനിച്ചു. വാർഡ് മെമ്പർ K ഗോവിന്ദൻകുട്ടി,
ഓവർസിയർ കൃഷ്ണേന്ദു, JHI CG ജോസഫ് എന്നിവർ സംസാരിച്ചു. പോർക്കുളം മാർ കൂറിലോസ് മെമ്മോറിയൽ അപ്പർ പ്രൈമറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും മുൻ അധ്യാപകരുടെയും സംഗമം ഫെബ്രുവരി 8 ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന് 121 വർഷം പിന്നിടുന്ന വിദ്യാലയത്തിൽ ആദ്യാക്ഷരം കുറിച്ചവരും അറിവിന്റെ അഗ്നി പകർന്ന ആദ്യകാല അധ്യാപകരും ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരുന്ന സംഗമത്തിൽ സംബന്ധിക്കും. പോർക്കുളം ഗ്രാമത്തിലെ 4 തലമുറകളുള്ളവർക്ക് അക്ഷരമധുരം സമ്മാനിച്ച വിദ്യാലയത്തിൽ നിലവിൽ പഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കളിൽ 80%-ലേറെയും ഇതേ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ ഈ ഒരു സവിശേഷത അവകാശപ്പെടാവുന്ന ഏക സ്കൂളാണ് മാർ കൂറിലോസ് മെമ്മോറിയൽ UP സ്കൂൾ എന്നും ഞായറാഴ്ച നടക്കുന്ന 100 കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്ന പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമത്തിലേക്ക് വിദ്യാലയത്തിൽ പഠിച്ചവരെയും പഠിപ്പിച്ചവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതായി മലബാർ സ്വതന്ത്ര സുറിയാനി സഭ എഡ്യൂക്കേഷൻ കമ്മിറ്റി സെക്രട്ടറി ബിനോയ് മാത്യു, സ്കൂൾ പ്രധാനാധ്യാപിക സ്റ്റെനി K. സ്റ്റീഫൻ, സ്റ്റാഫ് സെക്രട്ടറി ജുഷ K. ജോസ്, PTA പ്രസിഡന്റ് KK രതീഷ് എന്നിവർ അറിയിച്ചു. വേലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ടോടെ സമാപിച്ചു. ജനുവരി 8 മുതൽ ഫെബ്രുവരി 5 വരെയുള്ള ദിവസങ്ങളിലായാണ് ഉത്സവാഘോഷങ്ങൾ നടന്നത്. ഉത്സവ ദിവസങ്ങളിൽ രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, തുടർന്ന് അന്നദാനം എന്നിവ ഉണ്ടായിരുന്നു. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരി, ഹരി നമ്പൂതിരി, ആവണാവ് നാരായണൻ, മേൽശാന്തി അശ്വിൻ എന്നിവർ കാർമ്മികരായി. ബുധനാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഗണപതി ഹോമം, ഉഷപൂജ, ശ്രീഭൂതബലി എന്നിവയുണ്ടായി. തുടർന്ന് പള്ളിവേട്ട നടന്നു. ആറാട്ട് ദിവസമായ വ്യാഴാഴ്ച രാവിലെ പള്ളി ഉണർത്തൽ ഉണ്ടായി. വൈകിട്ട് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ആറാട്ടിനായി ദേവി ആനപ്പുറത്ത് ആറാട്ട് കടവിലെത്തി. പ്രത്യേക പൂജകൾക്ക് ശേഷം കുളത്തിൽ ആറാടിയ ഭഗവതി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. തുടർന്ന് മേളം കൊട്ടിക്കയറി. പറവെപ്പും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ 9 പ്രദക്ഷിണത്തിന് ശേഷം കൊടിയിറക്കിയതോടെ ഉത്സവാഘോഷങ്ങൾ സമാപിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് നേതാവും മികച്ച ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്ന EP കമറുദ്ദീൻ നന്മയുടെ പ്രതീകമാണെന്ന് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ലീഗ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി ലിവാ ടവറിൽ സംഘടിപ്പിച്ച അനുസ്മരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമറുദ്ദീന്റെ പേരിൽ ചടങ്ങിൽ നിർധന കുടുംബത്തിന് വീട് നൽകുന്ന ബൈത്തു റഹ്മ സംബന്ധിച്ച് പ്രഖ്യാപനവും നടന്നു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ, കുന്നംകുളം നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, മുൻ കൗൺസിലർ MV ഉല്ലാസ്, ടൗൺ ഖത്തീബ് നിസാർ വാഫി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ലീഗ് മണ്ഡലം പ്രസിഡന്റ് KC മൊയ്തുട്ടി സാഹിബ് അധ്യക്ഷനായി. UDF ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, ലീഗ് ജില്ലാ സെക്രട്ടറിമാർ, ദേശീയ സമിതി അംഗം കരീം പന്നിത്തടം, ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് അൻവർ കുന്നംകുളം തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ വ്യാഴാഴ്ച നടന്ന ജില്ലാ മിനി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ സ്വർണം, വെള്ളി മെഡലുകൾ കരസ്ഥമാക്കി. 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ ഹൈജമ്പിൽ അൻഷിക PR 1ാം സ്ഥാനവും ഷോട്ട്പുട്ട് മത്സരത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സംസ്ഥാനതല മത്സരത്തിന് യോഗ്യത നേടുകയും ചെയ്തു. പെരുമണ്ണൂർ രാജ്കുമാർ മേഘ ദമ്പതികളുടെ മകളാണ്. അതേ വിഭാഗത്തിലെ ആൺകുട്ടികളുടെ ഹൈജമ്പിൽ ആദിനാഥ് PS 1ാം സ്ഥാനം നേടി. കോക്കൂർ പാണമ്പടി സുജിത് കുമാർ രശ്മി ദമ്പതികളുടെ മകനാണ്. ഇരുവരും സ്വർണ്ണ മെഡൽ നേടി. 10 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ ഹൈജമ്പിൽ നിരഞ്ജൻ S 2ാം സ്ഥാനത്തോടെ വെള്ളി മെഡലും നേടി. പെരുമണ്ണൂർ ഷൈജു രഞ്ജിത ദമ്പതികളുടെ മകനാണ്. ഇക്കഴിഞ്ഞ തൃത്താല സബ് ജില്ലാ കായികമേളയിൽ അൻഷിക, ആദിനാഫ് എന്നിവർ 1ാം സ്ഥാനം നേടിയിരുന്നു. വിദ്യാർത്ഥികൾക്ക് കായിക അധ്യാപിക ഷക്കീല മുഹമ്മദ്, ബിബിൻ, കോച്ച് ഉണ്ണികൃഷ്ണൻ എന്നിവർ മികച്ച പരിശീലനമാണ് നൽകി വരുന്നത്. വിദ്യാർത്ഥികളുടെ നേട്ടത്തിൽ സ്കൂൾ PTA, അധ്യാപകർ, നാട്ടുകാർ എന്നിവർ അഭിനന്ദനം അറിയിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ 2026-2027 വർഷത്തെ വാർഷിക പദ്ധതികൾ തയ്യാറാക്കുവാൻ മുന്നോടിയായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. കേച്ചേരി സിറ്റി സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന്റെ ഉദ്ഘാടനം ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ വേലായുധൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈല പുഷ്പാകരൻ, സച്ചിൻ പ്രകാശ്, ജൂലറ്റ് വിനു, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. 13 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനങ്ങൾ ഗ്രാമസഭകളിലും വികസന സെമിനാറിലും അവതരിപ്പിച്ച് അംഗീകാരം നേടിയ ശേഷം അന്തിമ പദ്ധതിക്ക് രൂപം നൽകും. പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരിക്കും വൈസ് പ്രസിഡന്റ്
സൈനബ ഷുക്കൂറിനും മർച്ചന്റ്സ് അസോസിയേഷൻ സ്വീകരണം നൽകി. ഓഫീസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് സ്വീകരണം നൽകിയത്. യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ലൂക്കോസ് തലക്കോട്ടൂർ മൊമന്റോ സമ്മാനിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ MV ജോസ്, ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ, വൈസ് പ്രസിഡന്റ് KM പ്രകാശൻ, സെക്രട്ടറിമാരായ VG ബാലകൃഷ്ണൻ, A മുഹമ്മദ് അലി, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ P രാമചന്ദ്രൻ, അരവിന്ദൻ, TJ മൈക്കിൾ, TT ജോഷി എന്നിവർ സംസാരിച്ചു. പുന്നൂർക്കുളം കൊഴപ്പാമഠം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഫെബ്രുവരി 10 മുതൽ 16 വരെ ആഘോഷിക്കും. 10-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് ഉത്സവത്തിന് കൊടിയേറും. തുടർന്ന് താലം, ദീപാരാധന, തായമ്പക എന്നിവ ഉണ്ടാകും. തുടർ ദിവസങ്ങളിൽ രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. വൈകിട്ട് മെഗാ മ്യൂസിക്കൽ ഫ്യൂഷൻ ബാൻഡ്, ജനകീയ താലം, നാട്ടുതാലം, നൃത്തനൃത്യങ്ങൾ എന്നിവ ഉണ്ടാകും. ഉത്സവ ദിവസമായ 16-ാം തീയതി തിങ്കളാഴ്ച തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ശേഷം വൈകിട്ട് നാടൻ കലാരൂപങ്ങളുടെ വേലകയറ്റമുണ്ടാകും. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകും. വടക്കേക്കാട് കമ്മ്യൂണിറ്റി കെയർ സ്പെഷ്യൽ സ്കൂൾ വാർഷികത്തിന്റെ ഭാഗമായി സ്പോർട്സ് ഡേ ഫെബ്രുവരി 7 ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൂന്നാംകല്ല് യൂത്ത് ഫോഴ്സ് ടർഫിൽ നടക്കുന്ന സ്പോർട്സ് ഡേയുടെ ഭാഗമായി സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്ന വാക്കത്തോണിന്റെ ഫ്ലാഗ് ഓഫ് വടക്കേക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ അശോക് നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന ചടങ്ങിൽ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു സ്പോർട്സ് ഡേ ഉദ്ഘാടനം നിർവഹിക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷനാകും. വാർഡ് മെമ്പർ ബീന സുരേന്ദ്രൻ, കമ്മ്യൂണിറ്റി കെയർ സ്പെഷ്യൽ സ്കൂൾ ഫൗണ്ടർ കവിത ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സ്കൂൾ ഭാരവാഹികളായ അഞ്ജന ഹരിദാസ്, TL ഷഹബാസ്, PV സ്വാലിഹ, AH നസീബ, TV ജവനീഷ, മർവ മൂസ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്പോർട്സ് ഡേ നാളെ ഞങ്ങൾ രാവിലെ 9 മണിക്ക് മൂന്നാംകല്ലുള്ള യൂത്ത് ഫോഴ്സ് ടർഫിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ട്രെയിൻ ചെയ്യിക്കാൻ പോകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ രാവിലെ 9 മണിക്ക് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിൽസി ബാബു ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ശ്രീ നബീൽ NMKയുടെ നേതൃത്വം ഉണ്ടായിരിക്കും. അതിന് മുന്നേ ആയിട്ട് നമ്മൾ രാവിലെ 7 മണിക്ക് 7:30 നമ്മളൊരു വാക്കത്തോൺ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ കുട്ടികളുണ്ട്, പാരൻസ് ഉണ്ട്, അതേപോലെ തന്നെ കുറേ വോളണ്ടിയേഴ്സും നാട്ടിലുള്ളവരും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിപാടി നാളെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ ഏകദിന സുവിശേഷ യോഗം ഫെബ്രുവരി 8 ഞായറാഴ്ച കുന്നംകുളത്ത് നടക്കും. വൈകിട്ട് 6 മുതൽ 8 മണി വരെ കുന്നംകുളം നടുപ്പന്തിയിലെ തെക്കേക്കര കല്യാണമണ്ഡപത്തിലാണ് യോഗം. AM തോമസ് കൂത്താട്ടുകുളം സന്ദേശം നൽകും. എല്ലാ 1-ാം ഞായറാഴ്ചയും കുന്നംകുളം വടക്കാഞ്ചി റോഡിലെ മുക്കണ്ടത്ത് ബിൽഡിംഗിലെ വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ പ്രതിമാസ സുവിശേഷ യോഗം ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,965 രൂപ. സ്വർണം പവന് 1,11,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചർമ്മം പഴഞ്ഞി EK നയനാർ റോഡ് അയ്യംകുളങ്ങര ചുമ്മാർ മകൻ ഡാനിയൽ നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുമാരി ഭാര്യയും റെയ്മി, റിൻസി, റെൻസൺ എന്നിവർ മക്കളുമാണ്. തയ്യൂർ ചിങ്ങപ്പുരത്ത് താഴത്തേതിൽ കൊച്ചനിയൻ എന്ന ബാലചന്ദ്രൻ നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരി കലാമണ്ഡലം ചിത്രയുടെ ഭർത്താവാണ്. കൃഷ്ണപ്രിയ, ശ്രീപ്രിയ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. അക്കിക്കാവ് കരിക്കാട് കാൽനട യാത്രികൻ ബൈക്കിടിച്ച് മരിച്ചു. കളത്തിൽ വളപ്പിൽ 51 വയസ്സുള്ള അപ്പുവാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 7 മണിയോടെ അക്കിക്കാവ് പഴഞ്ഞി റോഡിലെ കരിക്കാട് സെന്ററിൽ റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം. കുന്നംകുളം പാറയമ്പാടത്ത് സ്വകാര്യ ബസ്സും ടൂറിസ്റ്റ് ബസ്സും കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. 6 പേർക്ക് പരിക്ക്. പെരുമ്പിലാവ് ഭാഗത്തു നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് മുന്നിലുണ്ടായിരുന്ന സ്കൂട്ടറിൽ തട്ടാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണം. തൃശൂർ ജില്ലാ കേരളോത്സവത്തിന് കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ തുടക്കം. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായിട്ടാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.